തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരൊക്കെ വണ്ടി കയറുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നിവിടെ മേയർമാരുടെ മുനിസിപ്പൽ ചെയർമാൻമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കിലയിൽ വെച്ചിട്ട്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കലോത്സവമായി ഞാൻ സഹകരിക്കാറുണ്ട്. കഴിഞ്ഞതിന് മീഡിയയുടെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ കായികമേളയിൽ ട്രോഫിയൊക്കെ വിതരണം ചെയ്യുന്നത് NTUവിനായിരുന്നു. അപ്പോൾ അതിൽ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ എല്ലെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ കലാകാരനൊന്നും അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ പരമാവധി സഹകരിക്കാറുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. സംഘാടനം തന്നെ ഒരു കലയാണ് ശരിക്കും. സംഘാടനം തന്നെ ഒരു കലയാണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ വാർഡ് BJPയുടെ കൗൺസിലർ വിജയിച്ച പൂർണ്ണിമയുടെ വാർഡാണ് ഈ വാർഡ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറേ കൗൺസിലർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ. എങ്ങനെയുണ്ട് വന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വൈബ് എങ്ങനെയുണ്ട് തൃശ്ശൂരിൻ്റെ കലോത്സവം? തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ, സാംസ്കാരിക നഗരിയാണല്ലോ. അതുകൊണ്ട് തന്നെയുള്ള ഒരു പോസിറ്റീവ് എനർജി കൂടുതലാണ്. വളരെ നന്നായിട്ട് തോന്നുന്നു. ആവശ്യമുള്ള സ്ഥലമുണ്ട്. നമുക്ക് തേക്കൻകാട് തന്നെ എല്ലാം ചെയ്യുവാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾക്ക് മീഡിയ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്നപ്പോൾ മീഡിയ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റോൾ തരാൻ സാധിച്ചില്ല. ചില പ്രിന്റ് മീഡിയയ്ക്ക് പുറകിലൊക്കെ കൊടുത്തപ്പോൾ അവർ അസ്വസ്ഥരായി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ വലിയ മൈതാനമായതുകൊണ്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആവശ്യപ്പെട്ട സ്ഥലത്തൊക്കെ തന്നെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അനന്തപുരിയുമായിട്ട് ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ നമുക്കൊരു കലയുടെ ആസ്ഥാനമാക്കി അല്ലെങ്കിൽ തലസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള രാജ്യത്ത് തന്നെ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഭാവിയിലുണ്ട്. തീർച്ചയായിട്ടുണ്ട്. അതായത് കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു വർഷത്തിൽ നിശ്ചിത ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളവർക്ക് വേണ്ടി കലാപരമായ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അതുപോലെ ഒരു 7 ദിവസമോ 10 ദിവസമോ കായിക മത്സരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ആലോചനയും ചർച്ചയുണ്ട്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ആശയമുണ്ട്. ചിലപ്പോൾ ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. തീർച്ചയായും ഞാൻ വേറെ മറ്റു വിവാദങ്ങളിലോട്ട് കിടക്കില്ല. പക്ഷേ ആദ്യം താമര സംബന്ധിച്ചൊരു വിവാദം വന്നിരുന്നു. അതിനുശേഷം ഉദ്ഘാടന സമ്മേളനത്തിൽ മതം കലയുമായി കലർത്തരുത്, പേരുകൾ സിനിമാ പേരുകൾ പോലും ബുദ്ധിമുട്ടിലാകുകയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ഇതിനോടൊക്കെ ഒരു കലയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ ഏത് കലാമേള മാത്രമല്ല, എനിക്കോട് കമ്പാരിറ്റീവ് വിവാദങ്ങൾ ഇപ്പോൾ കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ചൊക്കെ. ഈ ഗ്രേഡിംഗ് ഒക്കെ ആക്കിയപ്പോഴേക്കേ നമ്മൾ ഏത് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഏതൊരു ചർച്ച വന്നാലും അല്ലെങ്കിൽ ഏതൊരു സംരംഭം നടന്നാലും ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ നോക്കുക എന്നുള്ളതാണ്. വിവാദങ്ങളൊന്നും ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത അഭിപ്രായ ചിന്താഗതിയുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോഴേക്കും അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ താമര ഒഴിവാക്കി തിരുവനന്തപുരം പണ്ട് താമര ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ താമര അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാർ വന്നിരുന്നു. സാറ് പറഞ്ഞു വിട്ട് കളയണം എന്നൊക്കെയാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ കുട്ടികൾ, നാളെ ഈ നാടിനെ നയിക്കേണ്ട കുട്ടികൾ, ഈ നാടിനെ ചൂടും ഇല്ലെങ്കിൽ ഉശിരി പകരേണ്ട, ആവേശം പകരേണ്ട കുട്ടികൾ, അവർ വളർന്നു വരുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ നമ്മൾ പരമാവധി വിവാദങ്ങൾക്ക് സ്പേസ് കൊടുക്കാതെ നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ അവരുടെ ഓരോ ഇനത്തിന് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. അതിനെയൊക്കെ തന്നെ പരമാവധി വിവാദങ്ങളിൽ ഈ കലാമേളയെങ്കിലും ദൈവത് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതെ അത്രത്തോളം സമയം കിട്ടും. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ ചർച്ചകൾ ഉൾപ്പെടെ ഒഴിവാക്കിയിട്ട് നമ്മളൊക്കെ എന്നുള്ള ചർച്ചയ്ക്ക് വരുന്നതല്ലേ, കുട്ടികളുടെ മത്സരിച്ച് മാറ്റുരച്ച് ജയിച്ച ഇനങ്ങൾ പരമാവധി ജനങ്ങളെ കാണിക്കുക. അതിലൂടെ ജനങ്ങൾക്ക് സന്തോഷം നേരിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സംഘനൃത്തമൊക്കെ നടക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ള 2-3 മണിക്കൂർ മുമ്പ് ഫുള്ളാവുകയാണ് ഹാള്. അതെ. അപ്പോൾ എത്ര ലക്ഷം ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വരാൻ പറ്റാതെ. അപ്പോൾ പരമാവധി ഒരു നിമിഷം പോലും വൈകാതെ അപ്പോൾ കുട്ടികൾക്കൊരു പ്രചോദനം, അവർ കളിക്കുന്ന കളി TV-യിൽ കാണുമ്പോഴേക്കും അതിന് സമയം മാറ്റി വിവാദമൊക്കെ അങ്ങ് വിട്ടുകളയുക എന്നുള്ളതാണ്. എന്തായാലും താങ്കൾക്ക് നല്ല തിരക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് അധികം ഇരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും. പക്ഷേ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? സംഘാടനത്തിനിടയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എന്തായിരിക്കും? കഥാപ്രസംഗമായിരിക്കും. എനിക്ക് ഏറെക്കുറെ എല്ലാം പാട്ട് ഇഷ്ടമാണ്, നൃത്തം ഇഷ്ടമാണ്, പാട്ടിഷ്ടമാണ്. അപ്പോൾ വരുമ്പോൾ ഏതാണ് അതങ്ങ് ആസ്വദിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാട്ടും നൃത്തമൊക്കെ ഇഷ്ടമാണ്. ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയിൽ പ്രസംഗം കേൾക്കാറുണ്ട്. അതിപ്പോൾ മത്സരത്തിനല്ലെങ്കിൽ നല്ല പ്രസംഗം രാഷ്ട്രീയ വിയോജിപ്പുള്ളവർ നടത്തുകയാണെങ്കിലും തിരക്കില്ലെങ്കിൽ ഞാൻ വാഹനം നിർത്തി കേൾക്കാറുണ്ട്. ശക്തമായിട്ട് ഞാൻ ഒരുപാട് നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ലീഡർ K. കരുണാകരൻ, ശ്രീ VS അച്യുതാനന്ദൻ, ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോകുമായിരുന്നു. സമയം കിട്ടുന്ന സമയത്തൊക്കെ പോകുമായിരുന്നു. എന്തായാലും അധികം തിരക്കിട്ട സമയമായത് കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. സത്യത്തിൽ നമ്മൾ അല്പം വിസമ്മതത്തോടു കൂടിയാണ് ഈ അതിഥിയെ വിട്ടുകളയുന്നത്. എങ്കിൽ പോലും വളരെ സന്തോഷം ഈ ഒരു തിരക്കിട്ട് ഇടയിലും നമ്മളോട് അല്പനേരം സഹകരിക്കാൻ. വളരെ സന്തോഷം.